മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 5-ാം ദിവസത്തിലേക്ക് 20 പേരടങ്ങുന്ന 3 ടീമുകളായി ആർടി സംഘം ഇന്ന് തിരച്ചിൽ നടത്തും. നിലവിലെ 2 കൂടുകൾക്ക് പുറമെ പ്രദേശത്ത് പുതുതായി ഒരു കൂട് കൂടി വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം പ്രദേശത്തെ ഭൂപ്രകൃതിയും ഇടവിട്ടുള്ള കനത്ത മഴയും തെരച്ചിലിന് വെല്ലുവിളിയാകുന്നുണ്ട്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. സമീർ, അതുതന്നെയാണ്, ഈ മഴ തുടങ്ങിയിരിക്കുന്നു, പിന്നെ വൈകിട്ടായാൽ പിന്നെ ഇരുട്ട്, അത് തെരച്ചിലിന് തടസ്സമാകും. ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകളുടെ ആശങ്ക അത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം സമീർ തന്നെ പറഞ്ഞിരുന്നു, നേരത്തെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു കൂടുകൾ സ്ഥാപിക്കണമെന്നൊക്കെ. അത് കാര്യമാക്കാതെ പോയതാണ് ഇത്രയും വലിയ പ്രശ്നത്തിന് കാരണമായത്. ഒരു ജീവൻ പൊലിഞ്ഞുപോയി, ഒരു ജീവൻ കൂടി പൊലിഞ്ഞുപോയി എന്ന് പറയേണ്ടി വരും അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 5-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ 7 മണിയോട് കൂടെ തന്നെ ആദ്യ RRT സംഘം ഈ വനത്തിലേക്ക് പുറപ്പെടും. ആദ്യം ഇവിടെ നടത്തുന്ന പരിശോധന എന്നുള്ളത് നേരത്തെ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകൾ വിശദമായി പരിശോധിക്കും. ഇതിൽ കടുവയുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുക. ഈ 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സ്ഥാപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും വളരെ കൃത്യമായ നിരീക്ഷണം നടന്നു വരികയാണ്. ഈ ഭാഗത്ത് കടുവ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ വനം വകുപ്പ് പരിശോധിക്കുന്നത്. മറ്റൊരു ഭാഗത്തേക്ക് കടുവ പോയിട്ടുണ്ടാകില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് വനം വകുപ്പ് ഉള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു കൂട് കൂടി കൂടുതലായി സ്ഥാപിച്ച് 3 കൂടുകളാണ് നിലവിൽ കടുവക്കായി ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തിരച്ചിലിനേക്കാൾ അപ്പുറം ഈ കൂട്ടിലേക്ക് കടുവയെ കയറ്റാനുള്ള ശ്രമമാണ് നിലവിൽ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 9 മണിയോട് കൂടെ ആയിരിക്കും മറ്റുള്ള 2 സംഘങ്ങൾ, പ്രത്യേകിച്ച് 20 പേരടങ്ങുന്ന 3 സംഘങ്ങളാണ് വനത്തിലേക്ക് തിരച്ചിൽ നടത്താനായി പോകുക. അതിൽ 7 മണിയോട് കൂടി ആദ്യ സംഘവും പിന്നീട് 2 സംഘവും പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ നടത്തും. ഈ ഏതൊരു സാഹചര്യത്തിൽ കടുവയെ കാണുകയാണെങ്കിലും ഈ മയക്കുവെടി വെക്കാനുള്ള ഫുൾ തയ്യാറെടുപ്പോട് കൂടിയാണ് ഈ വനം വകുപ്പ് സംഘങ്ങളൊക്കെ തന്നെ ഈ കടുവയ്ക്കായുള്ള തിരച്ചിലായി പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രദേശത്തെ ഭൂപ്രകൃതി വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ കുങ്കിയാനകളെ ഈ തുടക്കത്തിൽ തന്നെ ഉപയോഗിക്കാത്തതും ഈ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടവിട്ട് പെയ്യുന്ന മഴയും ഈ തിരച്ചിലിന് ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിൽ പോലും വനം വകുപ്പ് ഊർജിതമായ ഇടപെടലും തെരച്ചിലുമാണ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 ടീമുകളായി തിരിഞ്ഞ് ആണ് ഇങ്ങനെ തെരച്ചിൽ നടത്തുന്നത്. പക്ഷെ ഇപ്പോൾ സമീർ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു ഭൂപ്രകൃതി അത് വലിയ വെല്ലുവിളിയാകുന്നു, ഒപ്പം മഴയും അല്ലേ? വാളയാർ കേസിൽ പ്രതികളായ മാതാപിതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മാതാപിതാക്കളെ പ്രതി ചേർത്ത് CBI നൽകിയ 6 കുറ്റപത്രവും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ജസ്റ്റിസ് G. ഗിരീഷാണ് ഹർജികൾ പരിഗണിക്കുന്നത്. മാതാപിതാക്കൾക്കെതിരെ ഒരു നടപടിയും പാടില്ല എന്നാണ് എറണാകുളം പ്രത്യേക CBI കോടതിക്ക് ഹൈക്കോടതി അവധിക്കാല സിംഗിൾ ബെഞ്ച് നൽകിയ നിർദ്ദേശം. മാതാപിതാക്കൾ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിലും സിംഗിൾ ബെഞ്ച് ഇളവ് നൽകിയിട്ടുണ്ട്. 6 കുറ്റപത്രത്തിലും മാതാപിതാക്കളെ പ്രതി ചേർത്ത സാഹചര്യം CBI വിശദീകരിക്കും. കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം ചോദ്യം ചെയ്തു നൽകിയ ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. താൽക്കാലിക VCമാരെ നിയമിച്ച ചാൻസലറുടെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ 2 ഹർജികളിലാണ് വിധി പറയുക. ജസ്റ്റിസ് P. ഗോപിനാഥാണ് ഹർജികളിൽ വിധി പറയുക. സർക്കാർ നൽകിയ പാനലിന് പുറത്തുനിന്നായിരുന്നു ചാൻസലറുടെ താൽക്കാലിക VC നിയമനം. ഇത് സർവകലാശാല നിയമങ്ങളുടെ ലംഘനമാണ് എന്നായിരുന്നു സർക്കാരിന്റെ വാദം. ഇനി കേരളത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒരൊറ്റ നോട്ടത്തിൽ. പുതിയ അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ 10ാം ക്ലാസ്സിലെ 4.3 ലക്ഷം കുട്ടികൾക്ക് റോബോട്ടിക്സ് സാങ്കേതികവിദ്യ പഠിക്കാനും പ്രായോഗിക പരീക്ഷണങ്ങൾ നടത്താനും അവസരം ലഭിക്കും. IT പാഠപുസ്തകത്തിൽ റോബോട്ടിക്സ് പഠനം ഉൾപ്പെടുത്തി. രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാനം റോബോട്ടിക്സ് പഠനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളിയതുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിന് വാട്സാപ്പിലൂടെ ലഭിച്ച പരാതികളിൽ നിന്ന് ചുമത്തിയത് 30,67,000 രൂപ. ഇതിൽ 14 ലക്ഷം രൂപ വകുപ്പ് ഇതിനോടകം ഈടാക്കി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് അപേക്ഷ നൽകി ഹജ്ജിന് അവസരം കാത്തിരിക്കുന്നവരുടെ പട്ടികയിലുള്ള 3,863 പേർക്ക് കൂടി തീർത്ഥാടനത്തിന് അവസരമൊരുങ്ങുന്നു. കാത്തിരിപ്പ് പട്ടികയിൽ ഉൾപ്പെട്ട അണ്ടർടേക്കിംഗ് പൂർത്തിയാക്കിയവരെയാണ് ഇപ്പോൾ ലഭ്യമായ അവസരത്തിലേക്ക് തെരഞ്ഞെടുത്തത്.
കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് പ്രദർശിപ്പിക്കും. മെയ് 23 മുതൽ 25 വരെ കൊട്ടാരക്കരയിലാണ് ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. യുവാക്കൾക്ക് തൊഴിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ എറണാകുളം ജില്ലാ യോഗം ഇന്ന് രാവിലെ 10:30 ജില്ലാ കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ വിജ്ഞാന കേരളം ഉപദേഷ്ടാവ് TM തോമസ് ഐസക് നേതൃത്വം നൽകും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തൃശൂർ പെരിങ്ങോട്ടുകര കാനടി ദേവസ്ഥാനം ക്ഷേത്ര ട്രസ്റ്റി ഉടമകൾ തമ്മിൽ തർക്കം രൂക്ഷം. തർക്കം കയ്യാങ്കളിയിൽ എത്തിയതിന് പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട റൂറൽ SPക്കെതിരെ ഒരു വിഭാഗം ട്രസ്റ്റികൾ പരാതി നൽകി. പെരിങ്ങോട്ടുകര കാനാടി ദേവസ്ഥാനം ക്ഷേത്ര ട്രസ്റ്റിൽ 4 സഹോദരങ്ങളാണുള്ളത്. ഇളയ സഹോദരനായ ഉണ്ണി ദാമോദരനും മറ്റു സഹോദരങ്ങളും തമ്മിലാണ് തർക്കം. ക്ഷേത്ര വരുമാനം ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ വരുത്താതെ ഉണ്ണി ദാമോദരന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് സഹോദരങ്ങളുടെ ആരോപണം. ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ നിന്ന് സഹോദരങ്ങളെ മാറ്റി നിർത്തിയ ഉണ്ണി ദാമോദരനെതിരെയാണ് പരാതി. ഇതേ ചൊല്ലിയുള്ള തർക്കം പോലീസ് കേസിലും കലാശിച്ചു. ഇരുകൂട്ടരും കോടതിയിലും നിയമ നടപടി തുടരുകയാണ്. തർക്കം നിയമപരമായി പരിഹരിക്കേണ്ട തൃശൂർ റൂറൽ SP ഏകപക്ഷീയമായി ഇടപെട്ടുവെന്ന ആരോപണവും ഉയർത്തുന്നുണ്ട് ഒരു വിഭാഗം. അവിടെ ചില തർക്കങ്ങളെല്ലാം വരികയും ഒരു പരാതി തയ്യാറാക്കി ഈ വിഷയത്തിൽ പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് റൂറൽ SPയെ ഇവർ പോയി സമീപിച്ചിരുന്നു. റൂറൽ SP ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവകരമായി സംസാരമൊക്കെ കേട്ടുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ഉണ്ടായില്ല. അനിഷ്ട സംഭവങ്ങൾ നടന്ന ആ കാലയളവിൽ അതിനുശേഷവും അദ്ദേഹത്തെ സമീപിച്ച് ഈ കാര്യത്തെക്കുറിച്ച് പരാതി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് നമുക്ക് വിരുദ്ധമായ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള സമീപനമാണ്. ഒട്ടേറെ ഭക്തർ പ്രതിദിനം വരുന്ന ക്ഷേത്രമാണ് കാനാടി ദേവസ്ഥാനം. ഭരണതർക്കം ക്രമസമാധാന പ്രശ്നത്തിലേക്കും നീങ്ങുകയാണ്. 24 തൃശൂർ. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച ഡ്രഡ്ജിംഗ് ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായത്. ജോലികൾക്ക് തടസ്സമുണ്ടാകില്ല എന്ന് സമരസമിതി ഉറപ്പു നൽകിയിട്ടുണ്ട്. സാങ്കേതിക തകരാറുണ്ടെങ്കിലും ചന്ദ്രഗിരി ഡ്രഡ്ജറും ജോലികൾക്കായി ഉപയോഗിക്കും. നിലവിൽ 4 മണിക്കൂർ മാത്രമേ ചന്ദ്രഗിരി തുടർച്ചയായി പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. ഇതുകൂടാതെ ഒരു ഡ്രഡ്ജറുണ്ട്, ഒപ്പം 2 എക്സ്കവേറ്ററുകളും മണൽ നീക്കത്തിന് ഉപയോഗിക്കും. സലിം മാലിക്കാണ് വിവരങ്ങളുമായി ചേരുന്നത്. സലിം, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ചന്ദ്രഗിരി ഡ്രഡ്ജർ 4 മണിക്കൂർ പ്രവർത്തിക്കുമെന്നുള്ളത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഈ മണൽ നീക്കത്തിൻ്റെ ഒരു വേഗത അത് എത്രത്തോളം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ ചർച്ച നടത്തിയപ്പോൾ പ്രതിഷേധിക്കില്ല, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് അവർ തന്നെ, മത്സ്യത്തൊഴിലാളികൾ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ഇത് ഏത് രീതിയിൽ പുരോഗമിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രവിധ, അത് ഈ മുതലപ്പുഴയിലെ പ്രശ്നം, അത് മുതലപ്പുഴയിലെ മണൽ നീക്കവുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ അതിൻ്റെ വേഗതയുമായി ബന്ധപ്പെട്ട് തന്നെ അവിടുത്തെ തുടർ പ്രശ്നങ്ങളും നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. കാരണം നിലവിൽ അവിടെ നിന്നും വളരെ വേഗത്തിൽ മണൽ നീക്കാൻ കഴിയുമെന്ന് പറഞ്ഞെത്തിച്ചതാണ് ചന്ദ്രഗിരി ഡ്രഡ്ജർ. പക്ഷേ ആ ചന്ദ്രഗിരി ഡ്രഡ്ജർ അവിടെ നിന്നും എത്തിച്ചപ്പോൾ പറഞ്ഞ ആ വേഗത അതിന് ഒരു കാലത്തും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിനൊരു 4 മണിക്കൂർ മാത്രം തുടർച്ചയായി പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയിലാണ് അതിൻ്റെ സംവിധാനമുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പ് അതുമായി ബന്ധപ്പെട്ട പ്രദേശവാസികൾക്കുണ്ട്. നിലവിൽ 2 ഡ്രഡ്ജറുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ചന്ദ്രഗിരി ഡ്രഡ്ജർ 4 മണിക്കൂർ പ്രവർത്തിക്കുന്നതിനൊപ്പം തന്നെ മറ്റേ ഡ്രഡ്ജർ കൂടി പ്രവർത്തിക്കും. ഒപ്പം തന്നെ അതിനുശേഷവും മറ്റേ ഡ്രഡ്ജറും 2 എക്സ്കവേറ്ററുകളും കൂടി പ്രദേശത്ത് പ്രവർത്തിപ്പിക്കും എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ മണൽ നീക്കം പുനരാരംഭിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഉദ്യോഗസ്ഥർ സുരക്ഷ ഉറപ്പാക്കാതെ നിലവിൽ അവിടെ ഏതെങ്കിലും നിലയിലുള്ള ജോലി ചെയ്യാൻ കഴിയില്ല എന്നൊരു നിലപാടെടുക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടറുമായി ഉദ്യോഗസ്ഥരും സമരസമിതിയും തമ്മിൽ ചർച്ച നടത്തിയത്. അതിലാണ് ഒരു അനുനയത്തിൻ്റെ ഭാഗമുണ്ടായത്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം, മുതലപ്പുഴയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, സമരസമിതിയെ ഇവിടെ തീരുമാനങ്ങൾ പോലും അവിടുത്തെ പ്രദേശവാസികൾ പൂർണ്ണമായും അംഗീകരിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തർക്കങ്ങളൊക്കെ ഏത് നിമിഷവും ഉണ്ടാകാം. എന്തായാലും നിലവിൽ പൂർണ്ണമായും ഈ ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട് സഹകരിക്കും എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം, നാളുകളായി അവരുടെ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ്. നിലവിൽ വളരെ വേഗത്തിൽ ഒരാഴ്ച കൊണ്ട് ഈ മണൽ നീക്കം പൂർത്തിയാക്കാം എന്ന് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ അത് 1 മാസം പിന്നിട്ട് നടക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ആ പ്രദേശത്ത് തന്നെ വലിയ എതിർപ്പുണ്ട്. അതിനിടയിലാണ് ഈ മണൽ നീക്കം പൂർണ്ണമായും വീണ്ടും നിലയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ വീണ്ടും തുടങ്ങുന്നതിന് മുൻപുള്ള സംഘർഷമൊക്കെ ഉണ്ടാകുന്നതും അതിനെ തുടർന്നുണ്ടായ ചർച്ചയും തർക്കവും സംഘർഷവും ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നാലെ വീണ്ടും മണൽ നീക്കം തുടങ്ങുമ്പോൾ അതിൽ കൃത്യമായ വേഗത അതിന് കൈവരിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ആശങ്ക. നാട്ടുകാർ പറയുന്നത് വളരെ വേഗത്തിൽ മണൽ നീക്കം പൂർത്തീകരിക്കും
പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ അവർക്ക് പൂർണ്ണ തോതിലുള്ള മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ളവ നടത്താൻ കഴിയൂ. സ്മിത, പ്രവിധ. സലീം, അത് തന്നെയാണ് ഈ അന്നന്നത്തെ ജീവിതത്തിന്റെ, അതായത് ദൈനംദിന പ്രശ്നങ്ങൾ, അതുപോലെ വിശപ്പ്, അതിനു മുന്നിൽ ഈ വകുപ്പും ന്യായവും ഒന്നും വില പോയില്ലെന്ന് പണ്ടുള്ളവർ പറയും. അതാണ് അവിടെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ സമരസമിതി പറയുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, തടസ്സമുണ്ടാക്കില്ല എന്ന് പറയുമ്പോഴും ജനങ്ങൾ, അവിടെയുള്ള കഷ്ടപ്പെടുന്ന ജനങ്ങൾ, അവരൊരു പക്ഷേ ചെറിയ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ആ രീതിയിൽ ഇന്നും അതൊരു സാധ്യതയാണ് അല്ലേ, ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഉറപ്പായും അതെ. അതായത് ഈ പ്രദേശത്ത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് രണ്ട് വാദങ്ങളാണുള്ളത്. അതിലൊന്ന് ഈ അധികൃതർ പറയുന്നത്, ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്, അവർ ഉദ്യോഗസ്ഥരാണ്, അവർക്കും ഇതിൽ ചെയ്യുന്നതിലൊരു പരിമിതിയുണ്ട്. ഈ പലപ്പോഴും അവിടുത്തെ സമരസമിതി വാക്ക് നൽകുകയും അതിന് വിപരീതമായി അവിടുത്തെ നാട്ടുകാർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ, ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. അവർ തങ്ങൾക്ക് നേരെ ആക്രോശിച്ച് വരുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവർക്ക് ചെയ്യുന്നതിനൊരു പരിമിതിയുണ്ട്. കാരണം അവർ വെറും ഉദ്യോഗസ്ഥർ മാത്രമാണ്, അവർ അവരുടെ പരമാവധി ചെയ്യുന്നുണ്ട്. അതിനിടയിലും ഒരു കാര്യവുമില്ലാതെ തങ്ങൾക്ക് നേരെ അക്രമം ഉൾപ്പെടെ നടത്താൻ വരുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ പരാതി. അതേസമയം വേഗത്തിൽ പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ മണൽ നീക്കം ഉൾപ്പെടെ പല ഉറപ്പുകളും ഇവർ ഉദ്യോഗസ്ഥർ നൽകാറുണ്ട്. പക്ഷെ അതൊന്നും കൃത്യസമയത്ത് പാലിക്കാറില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന പരാതി. രണ്ടു പരാതിയും സത്യമാണ്. കാരണം ഈ മറ്റുള്ളവർ ഉദ്യോഗസ്ഥരാണ്, ആ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അക്രമം ഇവർ പരമാവധി ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഈ അവിടെ പറഞ്ഞ ഉറപ്പുകളൊന്നും പൂർണ്ണ അർത്ഥത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഡ്രഡ്ജർ എത്തിക്കാമെന്ന് പറഞ്ഞു, അത് പറഞ്ഞ ദിവസത്തിൽ നിന്നും വളരെ വൈകിയാണ് അവിടേക്ക് വന്നത്. അതിനുശേഷം ഡ്രഡ്ജർ എത്തിയാൽ വളരെ വേഗത്തിൽ ഈ മണൽ നീക്കം പൂർത്തിയാക്കാൻ കഴിയും, ഒരാഴ്ച സമയമെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പക്ഷേ അത് ഈ പൊഴി തുറക്കുന്നതിന് പോലും ഒരാഴ്ച സമയമെടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിലയിൽ അവിടുത്തെ ജനത പ്രതികരിക്കുമെന്നുള്ളതിൽ സംശയമുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നാളുകളായ അവരുടെ മത്സ്യബന്ധനവും നിത്യജീവിതവും ഒക്കെ വലിയ പ്രതിസന്ധിയിലുമാണ്. സലിം മാലിക്കാണ് വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും ഇപ്പോൾ ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മണൽ നീക്കം അത് പൂർണ്ണമാകട്ടെ അല്ലെ, പ്രശ്നങ്ങളില്ലാതെ. KPCC, DCC പുനഃസംഘടനകളിൽ സജീവ ചർച്ചകളിലേക്ക് കടക്കാൻ കോൺഗ്രസ്. പുനഃസംഘടനയ്ക്ക് മുൻപ് കേരളത്തിലെ എല്ലാ പ്രധാന നേതാക്കളുമായും KPCC നേതൃത്വം കൂടിയാലോചന നടത്തും. പരാതികളില്ലാതെ പുനഃസംഘടന പൂർത്തിയാക്കാനാണ് നീക്കം. കൂടുതൽ ചെറുപ്പക്കാർക്ക് അവസരം നൽകാനാണ് ആലോചന. എന്നാൽ പഴയ ടീമിൽ നിന്ന് മുഴുവൻ പേരെയും മാറ്റുന്നതിൽ ചില നേതാക്കൾ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. DCC പുനഃസംഘടനയിലും നേതൃത്വം സജീവ ചർച്ചയിലാണ്. DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും നേതാക്കൾ പട്ടിക തയ്യാറാക്കി ബയോഡാറ്റ ശേഖരിച്ചു തുടങ്ങി. ചെറുതും വലുതുമായ സംരംഭങ്ങൾ കൊണ്ട് അതിജീവനത്തിന്റെ പാതയിലാണ് ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. മുണ്ടക്കൈയിൽ നിന്ന് സമ്പാദ്യവും വീട് നഷ്ടപ്പെട്ട് കൽപ്പറ്റയിലെത്തിയ കുടുംബങ്ങളിലെ 4 സ്ത്രീകൾ ചേർന്ന് കുട്ടികൾക്കായി ഒരു ഡേ കെയർ സെന്റർ തുടങ്ങിയിരിക്കുകയാണ്. ജില്ലാ കളക്ടറും MLAയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ആഘോഷമായാണ് ഡേ കെയർ സെന്റർ ഉദ്ഘാടനം ചെയ്തത്. ഇത് ഒരു അതിജീവന ശ്രമമാണ്. 4 സ്ത്രീകളാണ് സംരംഭത്തിന് പിന്നിൽ. 15 വർഷം വിദേശത്ത് നഴ്സായിരുന്ന മുഹ്മീനത്ത് ഷുക്കൂർ നാട്ടിലെത്തിയ ശേഷമാണ് മഹാദുരന്തം വീടിനെ തകർത്ത് കടന്നുപോയത്. വീട്ടമ്മയായ ഷാഹിന നാസറിനും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സുഹൈറ ആഷിഖിനും വിദ്യാർത്ഥിയായ ഷുഹൈബ സുനീറിനും അനുഭവം ഇതൊക്കെ തന്നെ. ബന്ധുക്കൾ കൂടിയായ 4 പേരും ചേർന്ന കൽപ്പറ്റയിൽ ഒരു ഡേ കെയർ സെന്റർ തുടങ്ങി. മുണ്ടക്കൈ ചൂരമലിൽ നിന്ന് നമ്മളൊരു അതിജീവനത്തിൻ്റെ ഒരു ഇത് നിന്നുള്ള രൂപത്തിലാണ് നമ്മളിത് തുടങ്ങാൻ വിചാരിച്ചത്. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഹൈജീനിക്കായിട്ട് നമ്മളെ ക്വാളിറ്റിയോടെ ഒരു ഡേ കെയർ സെൻറ്റർ തുടങ്ങുക എന്നുള്ളതും, അതൊരു നല്ല ഒരു നേഴ്സ്, ഒരു ടീച്ചർ, എല്ലാ പ്രൊഫഷണൽസും കൂടിയിട്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. സംരംഭത്തിന് പിന്തുണയുമായി ജില്ലാ കളക്ടർ DR മേഘശ്രീയും MLA T സിദ്ദിഖും ഉൾപ്പെടെയുള്ളവരെത്തി. This shows how strong the community is standing together. So best wishes to them. Definitely നമ്മുടെ സൈഡിൽ നിന്നും എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അതിനു വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്, to show the solidarity with them. So I feel personally very happy. അതിമനോഹരമായ അന്തരീക്ഷമാണ് ഡേ കെയർ സെന്ററിൽ. കുട്ടികൾക്കായി വിശ്രമ കേന്ദ്രവും കളിസ്ഥലവും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം പാചകം ചെയ്യാനുള്ള സൗകര്യമടക്കമുണ്ട്. ഈ വിധം ചെറുതും വലുതുമായ പലതരം സംരംഭങ്ങൾ കൊണ്ട് അതിജീവനത്തിന്റെ പാത വെട്ടിത്തെളിക്കുകയാണ് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും മനുഷ്യർ. 24 വയനാട്.
മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരുടെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഇന്ന് വൈത്തിരി താലൂക്ക് ഓഫീസ് ഉപരോധിക്കും. പലർക്കും പ്രതിദിന സഹായമായ 300 രൂപയും വീട്ടുവാടകയായ 6000 രൂപയും ലഭിച്ചിട്ടില്ല എന്നാണ് പരാതി. അർഹരായ പലരെയും ഈ പട്ടികയിൽ നിന്ന് ബോധപൂർവം മാറ്റി നിർത്തുകയാണെന്നും പരാതിയിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംഘടന താലൂക്ക് ഓഫീസ് ഉപരോധിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് സമരം. കോഴിക്കോട് കായക്കൊടി എള്ളിക്കാംപാറയിലെ ഭൂചലനത്തിൽ ജില്ലാ ജിയോളജി വകുപ്പ് ഇന്ന് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഭൂചലനമുണ്ടായതായി ഇതുവരെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്ന് ജിയോളജി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. കളക്ടർക്ക് നൽകുന്ന റിപ്പോർട്ടിൽ വിദഗ്ധ പഠനത്തിന് ശുപാർശ ചെയ്യും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെടുക. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ജിയോളജി വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ വരുന്നൊരു വാർത്തയിൽ അപ്ഡേറ്റിലേക്കാണ്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ വൻ തീപിടുത്തത്തിൽ ഫയർഫോഴ്സ് സംഘം ഇന്ന് അന്വേഷണം ആരംഭിക്കും. തീപിടുത്തത്തിന്റെ ഉറവിടം കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. അതേസമയം ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ബസ് ഗതാഗതത്തിന് പൂർണ്ണ നിയന്ത്രണമില്ല. തീപിടുത്തമുണ്ടായ ഭാഗത്താണ് നിലവിൽ നിയന്ത്രണം ഉള്ളത്. മിഥില ബാലനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, ഇന്നലെയും കണ്ടതാണ് ഈ ഫയർ എഞ്ചിൻ അതുപോലെ വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഗതാഗത നിയന്ത്രണം എന്ന് പറയുമ്പോൾ അത് ഏതു ഭാഗത്തായിരിക്കും? ജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച് അറിയേണ്ടതുണ്ടോ ഈ ഗതാഗത നിയന്ത്രണത്തിൽ? സ്മിത, നിലവിൽ ഗതാഗത നിയന്ത്രണമുണ്ട്, പക്ഷേ പൂർണ്ണമായും നിയന്ത്രണമില്ല. തീപിടുത്തമുണ്ടായ ഈ ഭാഗത്ത്, നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത്, ആ ഭാഗങ്ങളിലേക്ക് ബസ് കയറ്റുന്നില്ല. മറ്റിടത്തേക്കാണ് ആ ബസ് സർവീസ് മാറ്റിയിട്ടുള്ളത്. അതേസമയം മറ്റിടങ്ങളിൽ, ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മറ്റിടങ്ങളിൽ നിന്ന് ബസ് സർവീസ് നടത്തുന്നുണ്ട്. തലശ്ശേരി ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ബസ്സുകൾ സർവീസ് കൃത്യമായി തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു തീപിടുത്തമുണ്ടായ ഭാഗത്തേക്ക് ബസ് ഒന്നും കയറ്റിയിട്ടില്ല. അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഇവിടെ ഒഴിഞ്ഞു കിടക്കുക തന്നെയാണ്. ഇന്നലെ കണ്ടതാണ് നമ്മൾ ഈ തീപിടുത്തമുണ്ടായ സമയത്ത് ആളുകളെ ഒഴിപ്പിക്കാനും ഇവിടെ നിന്നുള്ള വാഹനങ്ങളെല്ലാം ഒഴിപ്പിക്കാനും പോലീസും ഫയർഫോഴ്സും നന്നേ പാടുപെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇങ്ങോട്ട് നിലവിലെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ തീപിടുത്തം ഉണ്ടായതിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് ബസ് ഉൾപ്പെടെയുള്ളത് കയറ്റാൻ പറ്റില്ല എന്ന ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ വരാനുള്ളത് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്ന് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഈ പകൽ സമയത്തെ ദൃശ്യങ്ങളാണിത്. ഇന്നലെ തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഇതാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്നത്. ഏറെ ശ്രമകരം. അതായത് ഇന്ന് പുലർച്ചെ വരെ തീപിടുത്തം അണയ്ക്കാൻ വേണ്ടി ഫയർഫോഴ്സ് പരിശ്രമിച്ചു. അതിനുശേഷമാണ് തീയണച്ചത്. മണിക്കൂറുകളോളം നീണ്ട ഒരു പരിശ്രമം. കോഴിക്കോട് നഗരത്തിൽ ഇതിനു മുൻപും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര മണിക്കൂറുകൾ എടുത്ത് തീപിടുത്തം അണച്ച അല്ലെങ്കിൽ തീ അണച്ച ഒരു സാഹചര്യം ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും വ്യാപാരികൾ പറയുന്നുണ്ട് കോഴിക്കോട് കോർപ്പറേഷനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനെ പ്രതിപക്ഷം പ്രതിസ്ഥാനത്ത് നിർത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്നത് ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ നമുക്ക് കണ്ടാലറിയാം, ഘടന കണ്ടാലറിയാം. ഇതുതന്നെയാണ് ഇന്നലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കയറുന്നതിന് പ്രതിസന്ധിയായത്. കാരണം മിക്കയിടങ്ങളിലും ഇത് കൂട്ടിച്ചേർത്ത ഒരു സാഹചര്യമുണ്ട്. കൃത്യമായി തന്നെ കെട്ടിടങ്ങളിൽ ഓഡിറ്റ് നടത്തണം എന്ന ഒരു നിർദ്ദേശം ഇതിനു മുൻപ് മിഠായി തെരുവിലെല്ലാം തീപിടുത്തം ഉണ്ടായ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അത്തരം നിർദ്ദേശം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് പാലിക്കപ്പെടുന്നില്ല? ഇത്തരത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്കറിയാം പരസ്യ ബോർഡുകളെല്ലാം തന്നെ ഇവിടെ എല്ലാ ഭാഗത്തുമുണ്ട്. ഈ പരസ്യ ബോർഡുകളെല്ലാം തന്നെ ഇന്നലെ ഈ ഒരു തീ അണയ്ക്കുന്നതിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മൂടിക്കെട്ടി ബിൽഡിങ്ങുകൾ വെക്കരുത് എന്ന ഒരു നിർദ്ദേശവും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ ഒരു തീ അണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇന്ന് ഏറെ നിർണായകം എന്നത് ഫയർഫോഴ്സ് നൽകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. ഏത് രീതിയിലുള്ള റിപ്പോർട്ടായിരിക്കും അവർ നൽകുക? കാരണം ഉച്ച കഴിഞ്ഞായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇത്ര വലിയൊരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും നടത്തേണ്ടതുണ്ട്. സ്മിത. മിഥില, അതോടൊപ്പം തന്നെ ഈ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കൃത്യമായ കണക്കൊക്കെ എപ്പോഴായിരിക്കും പുറത്തു വരിക? കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുള്ള സംശയമില്ല. എന്നാലും യഥാർത്ഥ കണക്ക് ഫയർഫോഴ്സ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷമാകുമോ പുറത്തു വരിക? തീർച്ചയായും ഈ കട ടെക്സ്റ്റൈലാണ്, മൊത്ത വിപണനശാലയാണ്, മൊത്ത തുണി വ്യാപാരശാലയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്കൂളൊക്കെ തുറക്കാനുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ യൂണിഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. മൊത്ത വിപണനശാലയാണ്, ഗോഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ വലിയൊരു അളവിലുള്ള തുണി ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാകും എന്ന് തന്നെയാണ്. പക്ഷേ എത്ര നഷ്ടമുണ്ടായി എന്ന ഒരു കൃത്യമായ കണക്ക് ലഭിച്ചിട്ടില്ല. അത് ഒരു മണിക്കൂറുകളിൽ മാത്രമായിരിക്കും ലഭ്യമാവുക. എന്തു തന്നെയാലും വലിയ രീതിയിലുള്ള ഒരു നഷ്ടം
ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. നിലവിലിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഇതിൽ നടക്കാനുള്ളത് അന്വേഷണമാണ്. കൃത്യമായ അന്വേഷണം ഫയർഫോഴ്സിൻ്റെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഒക്കെ അന്വേഷണം നടത്താം. എന്താണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തത്തിന് കാരണം? നമ്മൾ ഇന്നലെ കണ്ടതാണ് കോഴിക്കോട്ടെ ഈ ബസ് സ്റ്റാൻഡിലെ ഈ ഒരു കെട്ടിടം തീഗോളമായി മാറിയ കാഴ്ച. തീ അണയ്ക്കും തോറും ആളി കത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എയർപോർട്ടിൽ നിന്നുൾപ്പെടെ അത്യാധുനിക സംവിധാനമുള്ള ഫയർ എഞ്ചിൻ എത്തിയിട്ടും ഇത് തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏകദേശം 6 മണിക്കൂറിലധികം, ഇന്ന് പുലർച്ചെ 2:30-3 മണിയോളം ആയിട്ടുണ്ട് ഈ ഒരു തീ അണയ്ക്കാൻ പൂർണ്ണമായും കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം തീപിടുത്തത്തിൻ്റെ വ്യാപ്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങൾ കണ്ടതാണ്. എന്നിരുന്നാൽ പോലും അത് വ്യക്തമാക്കുന്നതാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ. എന്താണ് തീപിടുത്തത്തിൻ്റെ കാരണം എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. സ്മിത. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ കോഴിക്കോട് ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിന്റെ എന്താണ് കാരണമെന്നുള്ളത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനൊരുങ്ങുകയാണ് ഫയർഫോഴ്സ്. ഇന്ന് വൈകിട്ടോടെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മിഥില ബാലൻ നൽകുന്ന വിവരം. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ റാപ്പർ വേടന്റെ പരിപാടി റദ്ദാക്കിയതിനു പിന്നാലെ അക്രമങ്ങൾ നടന്നതോടെ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് സംഘാടകർ. സ്റ്റേജിലേക്ക് ചെളിയും കല്ലും എറിഞ്ഞതിൽ വലിയ സാമ്പത്തിക നഷ്ടമാണ് യുവാക്കളായ സംഘാടകർക്കുണ്ടായത്. നഷ്ടപരിഹാരം നൽകുന്നതിനൊപ്പം കേസുകളും ആരോപണങ്ങൾക്കും മറുപടി പറയേണ്ട അവസ്ഥയിലാണ് പ്രദേശത്തെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ. വേടന്റെ പരിപാടിക്കായി ലൈവ് സ്ട്രീമിംഗ് ക്രമീകരണം ഒരുക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ ലിജു ഗോപിനാഥ് എന്ന വ്യക്തി ഷോക്കേറ്റ് മരിച്ചു. ഇതേ തുടർന്നായിരുന്നു കിളിമാനൂരിൽ പരിപാടി വേടൻ അവസാന നിമിഷം റദ്ദാക്കാൻ കാരണം. എന്നാൽ പിന്നീട് നടന്നത് വൻ അതിക്രമമായിരുന്നു. സംവിധാനം പാലിക്കുക. സംഘാടകർക്ക് നേരെ കാണികൾ തിരിയുകയും ചെളിയും കല്ലുമെടുത്ത് സ്റ്റേജിലേക്ക് എറിയുകയും ചെയ്തു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. പ്രദേശത്തെ യുവാക്കളുടെ കൂട്ടായ്മയായ ഊന്നാങ്കൽ പ്രദേശാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഘാടനത്തിനും വേടന് നൽകിയ തുകയ്ക്കും പുറമെ നഷ്ടപരിഹാരം നൽകാനുള്ള തുക കൂടി കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ യുവാക്കൾ. ഒപ്പം പോലീസ് കേസുകളും. ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും നല്ല ബുദ്ധിമുട്ടിലാണ് ഊന്നങ്കൽ പ്രദേശത്ത് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാം ഞങ്ങൾ ഒരു 6 മാസമായി ഈ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിലാണ്. 4,70,000 രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 50,000 രൂപ ഞങ്ങൾ ഹോൾഡ് ചെയ്തതാണ്. കാരണം പരിപാടി കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിടിച്ചതാണ്. മുഴുവൻ തുകയാണ് അവർ ഞങ്ങളുടെ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ കേസുകൾ നൂലാമാലകൾ ഉറപ്പായിട്ടും ഞങ്ങൾ ഇതിൻ്റെ കുറേ നൂലാമാലകൾ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ശബ്ദ വെളിച്ച സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഭൂരിഭാഗവും കേടുപാടുകളുണ്ടായി. കല്ല് വെച്ച് കുറേ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. കാരണം മൈന്യൂട്ട് LED-കളാണ്, അത് ഒരുപാട് തകർന്നിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഓൾമോസ്റ്റ് ചെളി അറിയുന്നതനുസരിച്ച് കേബിൾ കണക്ട് ചെയ്യുന്ന പോർട്ടലുണ്ട്. പോർട്ടിനകത്ത് ചെളിയോ വെള്ളമോ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഉപയോഗമില്ല. സൗണ്ടിൻ്റെ ഈ ഫ്രണ്ടിൽ നിന്ന് വാരി എറിഞ്ഞ് സ്പീക്കറുകളെല്ലാം ഡാമേജ്. സ്റ്റേജിനകത്ത് വേടന് പാടുന്നതിന് മോണിറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മോണിറ്ററുകളെല്ലാം ഇപ്പോൾ എടുത്തത് ഒരു 4 വർക്കാണിത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് അകത്ത് ചെളി കയറി അതിൻ്റെ സാധനങ്ങളെല്ലാം ഡാമേജായി. നാട്ടുകാരിൽ നിന്ന് കണ്ടെത്തിയ തുകയിലാണ് യുവാക്കൾ സൗജന്യമായി പരിപാടി സംഘടിപ്പിച്ചത്. അതേസമയം പരിപാടി മുടങ്ങാതിരിക്കാൻ ലിജുവിന്റെ മരണം സംഘാടകർ മറച്ചുവെച്ചു എന്ന ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട്. 24 തിരുവനന്തപുരം. നോക്കാം അറിയിപ്പ്. കൊച്ചി മെട്രോ ആരംഭിക്കുന്ന അത്യാധുനിക ഫ്യുവൽ സ്റ്റേഷന്റെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. കളമശ്ശേരി മെട്രോ സ്റ്റേഷന് സമീപം BPCL-ുമായി ചേർന്നാണ് ഇന്ധന ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ഫ്യുവൽ സ്റ്റേഷൻ ഒരുക്കിയത്. ഇരിങ്ങാലക്കുട പുതുക്കാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള പുതുക്കാട് മെയിൻ ഗേറ്റ് ഇന്ന് രാവിലെ 8 മുതൽ അടച്ചിടും. 20 വൈകിട്ട് 6 വരെയാണ് അടച്ചിടുക. കോഴിക്കോട് വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. കോടഞ്ചേരി ബസ് സ്റ്റാൻഡ് റോഡ്, വലയത്തിൻപടി, ഉല്ലാസ് നഗർ എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 മണി വരെ വൈദ്യുതി മുടങ്ങും. സംസ്ഥാനത്ത് നിന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ചേർക്കുന്നതിന് കാലാവധി നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ പൊതുസേവന കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കും. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ഗുരുതര പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചു. ക്യാൻസർ അസ്ഥികളിലേക്ക് വ്യാപിച്ചതായാണ് റിപ്പോർട്ട്. മൂത്രസംബന്ധമായ അണുബാധയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 82-കാരനായ ബൈഡന് ക്യാൻസർ സ്ഥിരീകരിച്ചത്.
വളരെ വേഗത്തിൽ പടരുന്ന വിഭാഗത്തിലുള്ള അർബുദമാണിതെന്നാണ് റിപ്പോർട്ട്. രോഗത്തിന്റെ സ്ഥിതി വ്യക്തമാക്കുന്ന ഗ്ലീസൺ സ്കോറിൽ 10-9 ബൈഡന്റേത്. ബൈഡന് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നറിഞ്ഞതിൽ ദുഃഖമുണ്ടെന്നും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.